മുത്തണ്ണ നമസ്കാരം. കുറച്ച് ദിവസത്തേക്ക് അറിയാലും ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ഇന്നിപ്പം സ്പെഷ്യലായിട്ട് ചിക്കൻ ആക്കുന്നുട്ടാ. ചിക്കൻ പെരട്ട് ഒന്ന് പെരട്ടി എടുക്കുക വെച്ച്. അപ്പോൾ ആദ്യം ഒന്ന് പൊരിച്ചിട്ട് കറിയൊക്കെ പരിപാടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രം ചൂടായിട്ട് വന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടോ. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നുട്ടാ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി ചിക്കൻ ഓരോരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചിക്കനെ പൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ചിക്കനെല്ലാം നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വന്നു കേട്ടോ. നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ സെറ്റന്നല്ലേ. പിന്നെ ചിക്കൻ പൊരിച്ചതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇടാം കേട്ടോ. തേങ്ങ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഇങ്ങനെ വറുത്തിട്ട് എടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിലില്ല നമ്മുടെ ബാൽക്കണിയുടെ വ്യൂ ആട്ടെ ഇതെല്ലാം. അപ്പോൾ തേങ്ങ നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ട് അതിന് അതേ കണക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് വെച്ചിട്ട് അതിലേക്ക് പച്ചമുളകും ഉള്ളിയും തക്കാളിയിലും ഇട്ട് നല്ലപോലെ വയറ്റിയിട്ട് എടുക്കുക. നമ്മളെ കറി വെക്കുന്ന സാധാരണ വെക്കുന്ന ലെവലിലേക്ക് എത്തിക്കുക. നല്ല എല്ലാം അടിപൊളിയായിട്ട് വയറ്റി വന്ന് ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക. ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളെ മസാല സാധാരണ തന്നെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പറഞ്ഞ എല്ലാ മസാലയിലിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതിന് ശേഷം എന്താക്കുക വെച്ചാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇല്ലേ, ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കി എടുക്കാം. പിന്നെ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക. വെള്ളം തിളക്കുമ്പോൾ കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലപോലെ വറ്റിച്ചെടുക്കാം. അപ്പോൾ സംഭവം നമ്മുടെ കറി ഏകദേശം റെഡി. ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി. ഇതാ നമ്മളെ തേങ്ങ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഈ സമയത്താണ് ഇടുന്നത് കേട്ടോ. തേങ്ങ നല്ല പോലെ അങ്ങ് ഇട്ട് മോനെ ഇതാ മണ്ണോടെ തേങ്ങ ഇതാ ഇത് നല്ല പോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. മോനെ നോക്കിയാ എന്താ നോക്കിയ കറി വാ സെറ്റ് സെറ്റ് സാധനം. പിന്നെ ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കറിയായി സെറ്റ്. അങ്ങനെ നമ്മളെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടാ. നോക്കറ എന്താ പാങ്ങ്. പിന്നെ നമ്മപ്പം ചിക്കൻ പെരട്ടിൻ്റെ അപ്പുറം കഴിക്കാൻ വേണ്ടിയിട്ട് പൊങ്ങിച്ചാൽ നോക്കാം കേട്ടോ. പച്ചരി പൊങ്ങിച്ചാൽ. അപ്പോൾ ഓരോ നാട്ടിൽ ഓരോന്നാ പറയുന്നത്. ചട്നി എന്ന് പറയും, വേറെ എന്തെല്ലാം പേരും പറയും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്. അങ്ങനെ നമ്മൾ പൊങ്ങിച്ച് റെഡി ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തു. ഇനി അതിലേക്ക് വെച്ചാൽ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും ഉള്ളിയെല്ലാം നല്ല പോലെ അങ്ങ് വറുത്തിട്ട് ഇടുന്നിട്ട് നല്ല ഇട്ട് കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. നോക്കറാ എങ്ങനെയുണ്ട്, സെറ്റ് എന്നല്ലേ, അടിപൊളി എന്നല്ലേ. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇങ്ങനെ പൊങ്ങിച്ചാന്ന് പറയും, ചില നാട്ടിൽ ചട്നി എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെന്നിട്ട് അതിൻ്റെ കൂടെ നല്ല അടിപൊളി ചിക്കൻ വരട്ടി നോക്കിയാൽ അതും കൂടെ കുറച്ച് ഇട്ടിട്ട് അങ്ങ് കഴിക്കാം. ഇപ്പോൾ ഇതാ സാധനം നോക്കി എൻ്റെ മോനെ ആവി വറക്കും. നല്ല ചൂടില്ല ഇല്ല ഇപ്പോൾ ആക്കിയതേ ഇല്ല. ഇതിങ്ങനെ കുഴച്ചിട്ടില്ല ഒരു ചിക്കൻ. ഇത് അതിൻ്റെ കുറച്ച് തേങ്ങാപ്പീരിയും എല്ലാം വെച്ച് ഒരു ചിക്കനും ആക്കി ഇങ്ങനെ കുഴച്ചിട്ടില്ല. ഇങ്ങനെ എടുത്തില്ല എന്താ മോനെ വേറെ ലെവലിൽ സാധനം കേട്ടോ. അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി തിന്ന്. ഇതാണെങ്കിൽ പൊങ്ങിച്ചേരപ്പുറം മീൻ കറി ഉണ്ട്, ഉള്ളിയും തേങ്ങ മീൻ കറി, മീൻ ഉള്ളിയും തേങ്ങ ആക്കുന്ന കറി. അത് വേറെ ലെവലിൽ ടേസ്റ്റ് ആട്ടാ. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതും കാണിച്ചു തരാം. അപ്പം എല്ലാം പറഞ്ഞേക്കാൻ കേട്ടോ. ഓക്കെ സെറ്റ്.